ബ്യൂട്ടീസ് ഗാലറി. ഇത് നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ കാഴ്ച ഹൈഡൽ പാർക്ക് മൂന്നാർ. മൂന്നാർ ടൗണിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പഴയ മൂന്നാറിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഹൈഡൽ പാർക്ക്. നമുക്കറിയാം മൂന്നാറിൽ കുറേ ഗാർഡൻ, കുറേ പാർക്കുകൾ നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹൈഡൽ പാർക്കിൻ്റെ വിശേഷതകളെ കുറിച്ച് കാണാം. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ഗ്രൗണ്ട് കാണാൻ കഴിയും. നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുവാനായിട്ട് ഇവിടെ നല്ലൊരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ സ്കൂൾ ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ അല്ലെങ്കിൽ കോളേജ് ബസ് സ്റ്റുഡൻസ് ഒക്കെ ടൂർ വരുന്നില്ലേ, അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യുവാനും നല്ല ഫ്രീ ആയിട്ടൊന്ന് ചുറ്റിക്കറങ്ങുവാനും പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ഹൈഡൽ പാർക്ക് ടൂറിസം. ഇവിടെ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ കഴിയും. ഇവിടെ ചിൽഡ്രൻസിന് 50 രൂപയും അഡൽറ്റിന് 80 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. കൂടാതെ ക്യാമറ തനിച്ച് സെപ്പറേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത്. ഞാനിവിടെ ടിക്കറ്റ് എടുക്കാൻ ചെന്ന സമയം പൈസ കൊടുക്കുമ്പോൾ ടിക്കറ്റ് കയ്യിൽ തരികയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോഴത്തെ സംവിധാനം അവിടെ ഒരു QR കോഡ് കാണും. അത് നമ്മൾ സ്കാൻ ചെയ്ത് ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. നമുക്ക് മാക്സിമം വൈകുന്നേരങ്ങളിലേക്ക് ഇവിടെ വരുമ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ കമ്പികളൊക്കെ കണ്ടോ, ഇതിനകത്ത് ഫുള്ള് ലൈറ്റ് സെറ്റിങ്സ് ആണ്. അപ്പോൾ വൈകുന്നേരം കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നല്ല ലൈറ്റ് സെറ്റിങ്സും കളർഫുള്ളായിട്ട് ഫ്ലവേഴ്സിനിടയ്ക്ക് നല്ല വ്യത്യസ്ത തരം കളറുകളിൽ ബൾബാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. മൂന്നാറിലെ 3 ആറുകളും കൂടെ ഒന്നിച്ച് ചേർന്ന് ഒറ്റ ആറായിട്ട് ഒഴുകുന്ന ഈ ആറിനരികിലാണ് ഈ ഹൈഡൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലെ ആദ്യത്തെ ഗാർഡനും അല്ലെങ്കിൽ മൂന്നാറിലെ ആദ്യത്തെ പാർക്കാണ് ഹൈഡൽ പാർക്ക്. അത്യാവശ്യം നല്ല തിരക്കൊന്നുമില്ലാതെ നല്ല മൈൻഡ് റിലാക്സേഷൻ ചെയ്യുന്ന ഒരു പറ്റിയ സ്ഥലമാണ്. ഇതിനകത്തുള്ള സിപ്പ് ലൈനാണ്. ഇതിൽ വന്ന് ഒരാൾക്ക് പെർ പേഴ്സന് 300 രൂപയാണ് ഈടാക്കുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഒന്നും കൂടുതലൊന്നുമില്ല, എങ്കിലും നോർമൽ സിപ്പ് ലൈനിൻ്റെ ഒരു ഫീൽ നമുക്കിവിടെ കിട്ടും. പാർക്കിനകത്ത് തന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചെന്ന സമയം ഇവിടെ ക്ലോസ്ഡ് ആണ്, കാരണം തിരക്കില്ലാത്തതുകൊണ്ട് അവരത് ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മൾ ഫ്രണ്ടിൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഉള്ള ഒരു കഫേ ഉണ്ടായിരുന്നു, അവിടെ എപ്പോഴും ഓപ്പൺ ആണ്. അപ്പം അതിനടുത്ത് തന്നെയായിട്ട് ചോക്ലേറ്റ് സിറ്റി എന്നും പറഞ്ഞ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്.
ഉണ്ട്. ഇത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗാർഡനിൽ തന്നെ അവർ ഫോട്ടോസുകൾ എടുത്ത് നമുക്ക് പല വിധത്തിൽ ഗിഫ്റ്റുകളാക്കി തരുന്നുണ്ട്. പില്ലോയിലും പേനയിലും അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് കീ ചെയിന്, ഫോൺ കവർ, ഇങ്ങനെ കുറേ ഐറ്റങ്ങൾ ഇവിടെ ചെയ്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഉടനടിയായിട്ട് തന്നെ കിട്ടും. മാക്സിമം 10 മിനിറ്റ്സിനുള്ളിൽ അവർ നമുക്ക് റെഡിയാക്കി തരും. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കാഴ്ച? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉടനെ തന്നെ മൂന്നാറിലെ കൂടുതൽ കാഴ്ചകൾ നമ്മുടെ ജെസ്സിസ് ഗാലറിയിൽ വരുന്നതായിരിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സഹായം എപ്പോഴും എന്നോട് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചതോടെ ടാറ്റാ ബൈ ബൈ.